ഇന്ന് നമ്മൾ ചക്ക അടത്താൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ആറ്റിൻ്റെ സൈഡിലുണ്ടായിരുന്ന ഒരു പ്ലാവിലാണ് അടത്താൻ വേണ്ടിയിട്ട് പോയത്. ഒരുപാട് ചക്ക ഉണ്ടായിരുന്നു. അതിൽ 4, 5 ചക്ക ഞങ്ങളിന്ന് അടത്തി. ഇത് തോട്ടത്തിൽ കൂടെ പോകുമ്പോൾ ഇതുവഴിയാണ് പോകുന്നത്. താഴോട്ട് കുഴിയാണ്. അതിൻ്റെ തൊട്ട് താഴെ ആറാണ്. അപ്പം നിന്ന് അടത്താൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ 3, 4 പേര് കൂടിയിട്ടാണ് അടത്താൻ വേണ്ടിയിട്ട് പോയത്. താഴെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു ചക്ക ആറ്റിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. മേളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് പ്ലാവിന് ഹൈറ്റ് ഇല്ലാത്ത പോലെ തോന്നും. പക്ഷെ താഴെ ഇറങ്ങി നോക്കുമ്പോഴത്തേക്ക് പ്ലാവിന് നല്ല ഹൈറ്റുണ്ട്. പിന്നെ മേളിൽ നിന്ന് ചക്ക അടത്തിയപ്പോഴത്തേക്ക് താഴത്തെ ചക്കയിൽ കുടുങ്ങി കിടക്കുമായിരുന്നു. പിന്നെ കുറേ കഷ്ടപ്പെട്ട് അത് തെള്ളിയിട്ടു. നോക്കിയപ്പോൾ കുറേ ചക്ക വിളഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നിന്നാലും അത് കേടായിപ്പോവും. കേടായി ആറ്റിൽ വീഴും. അതുകൊണ്ട് ഞങ്ങൾ 2, 3 എണ്ണം കൂടെ അടത്തിയിട്ടു. അടത്തുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ആറ്റിൽ വീഴുമെന്ന്. പക്ഷെ ഒന്നുപോലും വീണില്ല. എല്ലാം മുളയിൽ തട്ടി നിൽക്കുമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞി ചക്കയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ താഴെ നിൽക്കുന്നത് കൊണ്ട് ഈ ചക്കയെല്ലാം പറക്കി മേളിലാക്കണമായിരുന്നു. അപ്പോൾ കറങ്ങിപ്പോകണം. അപ്പോൾ കറങ്ങിപ്പോകുന്നതിനേക്കാളും നല്ലത് ആ കുഴിയിൽ നിന്ന് മേളിലോട്ട് ഇട്ട് കൊടുക്കുന്നതായിരുന്നു. പിന്നെ നമ്മളെല്ലാം കൂടെ ആക്കി കൂട്ടി പറക്കി മേളിലിട്ടു. പിന്നെ അവിടുന്ന് മേളിലോട്ട് കൊണ്ടുപോകാനാണ് എളുപ്പം. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് കറുത്ത കളറിലെ അരിക്കുമ്പിൾ കണ്ടു. തീരെ പൊടിയായിരുന്നു. പിന്നെ ലാസ്റ്റത്തെ ചക്ക എടുത്തിപ്പോൾ കക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞ പോലെ തോട്ടി ഒടിഞ്ഞു പോയി. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നു. അതുകൊണ്ട് ബൈ.